നമുക്ക് കരുണാകരൻ സാറിനോട് പോയി ചോദിക്കാം. അയ്യോ വേണ്ടായേ, ഞാൻ അങ്ങോട്ട് വന്നോളാടാ. എന്താണാവോ പ്രശ്നം? ഇവർ 3 പേർക്കും റൂൾസ് പ്രകാരം ശമ്പളം കൂട്ടി കിട്ടേണ്ടതാണ് സർ. പക്ഷേ ഇവർക്ക് പഴയ ശമ്പളം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓ, ഇവരെല്ലാവരും ഈ പരാതിയുമായി നിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും നീ ചാടി എണീറ്റ് അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഇറങ്ങി അല്ലേ? സാർ ആദ്യം ചോദിച്ചതിന് മറുപടി പറ. ഇവർക്ക് അർഹതപ്പെട്ട ഇൻക്രിമെന്റ് എന്താ കൊടുക്കാത്തത്? നിനക്കൊന്നും മറുപടി തരേണ്ട കാര്യേ എനിക്കില്ലേ. 6 മാസം കൂടുമ്പോ കൊടുക്കേണ്ട ഇൻക്രിമെന്റ് 1 വർഷമാക്കി മാറ്റി. ഇതേ നിങ്ങളുടെ മാത്രമല്ല, PKR ഗ്രൂപ്പിന്റെ എല്ലാ ബ്രാഞ്ചിലും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഈ റൂൾ എപ്പോഴാ മാറ്റിയത്? ഞങ്ങളെ ആരെ ഒന്നും അറിയിച്ചില്ലല്ലോ. ഈ മാസമാണ് തീരുമാനം എടുത്തത്. നോട്ടീസും സർക്കുലറൊക്കെ പിന്നാലെ കിട്ടിക്കോളും. ഇങ്ങനെ പെട്ടെന്ന് റൂൾസ് മാറ്റുന്നതിൽ എന്ത് ന്യായോ സാർ ഉള്ളത്? നിങ്ങളൊക്കെ ജോലിയിൽ കയറിയപ്പോ കാണിച്ച ശുഷ്കാന്തിയൊന്നും ഇപ്പോഴത്തെ പിള്ളേര് കാണിക്കുന്നില്ല. അതുകൊണ്ട് പ്രൊഡക്ഷനും വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അവരുടെ ജോലി കണ്ടിട്ടാ നിങ്ങൾക്ക് ഇപ്പൊ ഇൻക്രിമെന്റ് വേണ്ടെന്ന് കമ്പനി തീരുമാനിച്ചത്. അപ്പൊ പാറുവിന്റെ കാര്യോ? അവള് സ്വീപ്പറിൽ നിന്നും ടൈലറായിട്ട് മാറിയതല്ലേ? എന്നിട്ടെന്താ അവക്ക് പഴയ ശമ്പളം തന്നെ കൊടുക്കുന്നത്? ഇവളെ ആരടാ ടൈലറാക്കിയത്? ഞങ്ങളല്ലല്ലോ. ഓടുന്ന ട്രെയിനിലെ ടിക്കറ്റ് ഇല്ലാതെ കയറിയ പോലെയാ ഇവളുടെ അവസ്ഥ. അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും ഇവൾക്കില്ല. ഒരു 3 മാസം കൂടി ജോലി ചെയ്യട്ടെ, എന്നിട്ട് ശമ്പളം കൂട്ടി കൊടുക്കണമെന്ന് ആലോചിക്കും. സാർ എന്തൊക്കെയാ പറയുന്നത്? ഈ കമ്പനിയിലെ ഏറ്റവും നല്ല ടൈലർ ആണെന്ന് സാറ് തന്നെ പറഞ്ഞ നിഷ ചേച്ചിയെ ഞാൻ മത്സരത്തിൽ തോൽപ്പിച്ചതല്ലേ? ഏറ്റവും കൂടുതൽ ഷർട്ടുകൾ തയ്ച്ചതിന് എനിക്ക് കമ്പനിയിൽ നിന്ന് സമ്മാനം കിട്ടിയതാ. എന്നിട്ടും എന്റെ കഴിവ് അളക്കാൻ 3 മാസം കൂടി വേണമെന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായോ? എന്തിനാ സർ എന്റെ ജീവിതം കൊണ്ടിങ്ങനെ കളിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ സാറിനോട് ചെയ്തത്? ഇയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ നല്ലതിന് വേണ്ടി ഇയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് മോളിൽ ചെന്ന് സംസാരിക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ. അവിടെ ചെന്ന് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല. ഇത് മാനേജ്മെന്റ് ഒറ്റക്കെട്ടായി എടുത്ത ഡിസിഷനാ. പണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ഷർട്ട്സ് വെച്ച് നോക്കുമ്പോ ഇപ്പോ ക്വാളിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ഷർട്ട്സ് വെച്ച് നോക്കുമ്പോ ഇപ്പോ ക്വാളിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പല പീസുകളും റിജക്റ്റ് ആയി തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ടെമ്പററി പീരീഡ് 1 ഇയർ ആക്കിയത്. അങ്ങനെ മാഡം പറയുന്ന വാക്ക് മാത്രം വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് മാനേജ്മെന്റുമായിട്ട് സംസാരിക്കണം. നീ ആരോട് സംസാരിക്കാനാടാ പോകുന്നത്? കൈലാഷിനോടാണോ? എല്ലാരും കൈലാഷിനോടല്ലേ പരാതി പറയാൻ ഉദ്ദേശിക്കുന്നത്? കൈലാസ് സാറിനോട് തന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാ പിന്നെ വേഗം പോയി സംസാരിച്ചിട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്ത് സത്യത്തിന്റെ കാര്യം സാർ സംസാരിക്കുന്നത്? അത് ടെമ്പററി പീരീഡ് 1 വർഷം ആക്കണമെന്ന് പറഞ്ഞത് കൈലാഷ് തന്നെയാണ്. കൈലാഷ് സാറ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അവസാനം വരെ നിന്റെയൊക്കെ വാക്കും കേട്ട് അദ്ദേഹം മണ്ടത്തരം കാണിക്കുന്നു വിചാരിച്ച? നീ അദ്ദേഹത്തെ ചതിച്ചപ്പോ തന്നെ തൊഴിലാളികളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ അദ്ദേഹത്തിന് മനസ്സിലായി. ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങള് PKR സാറിനോട് സംസാരിച്ചോളാം. അങ്കിള് കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഡിസിഷൻ എടുത്തത്. ഇനി നിങ്ങൾ ആരോട് സംസാരിച്ചിട്ടും ഒരു കാര്യവുമില്ല. 1 വർഷം കഴിയാതെ ആർക്കും സാലറി കൂട്ടിക്കിട്ടാൻ പോകുന്നില്ല. കേട്ടല്ലോ? ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന എല്ലാത്തിനും കഴുത്തിന് പിടിച്ചാൻ പുറത്താക്കും. ഇനി നിങ്ങളെ സഹായിക്കാൻ കൈലാഷ് സാറോ PKR സാറോ വരാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് കമ്പനിയോട് കൂറ് കാണിച്ച് ആരെയും ചതിക്കാതെ അടങ്ങി ഒതുങ്ങി ജോലി ചെയ്ത നിങ്ങൾക്ക് കൊള്ളാം. കുറെ കാലമായി സാറിന്റെ ഷോ കാണാൻ തുടങ്ങിയിട്ട്. ഞങ്ങളെ താൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കോ? എന്നാ അതൊന്നും കാണണമല്ലോ. ഇവർക്ക് അർഹിക്കുന്ന ശമ്പളം കിട്ടുന്നതുവരെ ഈ കമ്പനിയിൽ ആരും ജോലി ചെയ്യില്ല. എന്താടാ, ഭീഷണിയാണോ? അല്ല സർ, ചെയ്യാൻ പോകുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ, എല്ലാരും വാ.
നമ്മളെ ബഹുമാനത്തോടെ കാണാത്ത ഈ കമ്പനിയോട് കൂറ് കാണിക്കേണ്ട ഒരു കാര്യമില്ല. ശരിയാ, കഴിഞ്ഞ തവണ ബോണസ് ഇല്ലാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഇത്തവണ ഇവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കില്ല എന്ന് പറഞ്ഞു. നാളെ നമ്മളോട് ശമ്പളം ഇല്ലാത്ത ജോലി ചെയ്യാൻ പറയില്ലെന്ന് എന്താ ഉറപ്പ്? ഇത് നിങ്ങൾ വെച്ചോ. പ്രതിഷേധം പ്രതിഷേധം തൊഴിലാളികളുടെ പ്രതിഷേധം 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 തൊഴിലാളികളുടെ പ്രതിഷേധം. മാനേജ്മെന്റിന്റെ അനീതി അവസാനിപ്പിക്കുക. മാനേജ്മെന്റിന്റെ അനീതി അവസാനിപ്പിക്കുക. പ്രതിഷേധം പ്രതിഷേധം തൊഴിലാളികളുടെ പ്രതിഷേധം. മാനേജ്മെന്റ് നീതി പാലിക്കുക. എല്ലാവർക്കും വേണ്ടി നമ്മൾ പോരാടിയ നമുക്ക് വേണ്ടി എല്ലാരും പോരാടും. പോവാം. ഇനി എന്ത് ചെയ്യാനാണ് മാഡം? കുറച്ചു നേരം ബഹളം വെക്കട്ടെ. ആരും തിരിഞ്ഞു നോക്കാൻ വരില്ല എന്ന് കാണുമ്പോ താനെ അടങ്ങിക്കോളും. നീ ഇവിടെ ഇരിക്കണോ? എടാ, താഴെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ നടക്കണമെന്ന് നിനക്കറിയോ? ആ പ്രിയനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഞാൻ അപ്പോഴേ കൈലാഷിനോട് പറഞ്ഞതാ. പക്ഷെ നീ പേഴ്സണൽ വിഷയങ്ങള് കമ്പനി കാര്യങ്ങളിൽ കാണിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. സാറ് കാണിച്ച മര്യാദ ഒന്നും പ്രിയം കാണിച്ചില്ല സാർ. പേഴ്സണലായിട്ട് തോന്നിയ ദേഷ്യമെല്ലാം അവൻ കമ്പനി കാര്യത്തിൽ കാണിച്ചു. കൈലാഷ്, ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. പ്രിയനെ ഡിസ്മിസ് ചെയ്യ്. ആദ്യം എന്താണ് സംഭവിച്ചെന്ന് പറ. അവനെ പിരിച്ചുവിടണോ വേണ്ടിയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. സാറും പി കെ ആർ സാറും തീരുമാനിച്ച പ്രകാരം ഇൻക്രിമെന്റ് 6 മാസം കഴിഞ്ഞിട്ട് തരാന്ന് ഞങ്ങള് തൊഴിലാളിയോട് പറഞ്ഞതാ. അപ്പോ ഇൻക്രിമെന്റ് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് അവര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. 6 മാസം ഇൻക്രിമെന്റായി കിട്ടേണ്ട ക്യാഷ് ബോണസ് ആയിട്ട് പിന്നീട് കൊടുക്കുമെന്ന് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞോ? പറയാതെ പിന്നെ. അത് കേട്ടിട്ട് പ്രിയൻ എന്താ പറഞ്ഞ? പ്രിയൻ എന്താ കരുണാകര പറഞ്ഞത്? ഇപ്പൊ ഇൻക്രിമെന്റ് തരാൻ പോലും കഴിവില്ലാത്ത കമ്പനി 6 മാസം കഴിഞ്ഞ് എന്തുണ്ടാക്കാനാന്ന് അവൻ വളരെ മോശമായിട്ട് സംസാരിച്ചു സാറേ. നമ്മുടെ കമ്പനിയെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും ഇൻക്രിമെന്റ് ഇന്ന് തന്നെ കൊടുക്കണമെന്നും അവൻ വാശി പിടിച്ചു സാറേ. അവൻ തൊഴിലാളികളെല്ലാം കൂട്ടുപിടിച്ച് ഇന്ന് തന്നെ ഇൻക്രിമെന്റ് കൊടുത്തില്ലെങ്കിൽ ജോലി ചെയ്യില്ല എന്നും പറഞ്ഞ് താഴെ കമ്പനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യാണ് സാറേ. തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രയേറെ സഹായം ചെയ്ത ഒരു മുതലാളിക്കെതിരെ ഇവര് സമരം ചെയ്യുന്ന ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമായി സാർ. ഇവരൊന്നും സാറിന്റെ സ്നേഹം അർഹിക്കുന്നില്ല സാറേ. നന്ദിയില്ലാത്ത വർഗമാണ് സാറേ. പ്രിയൻ നിന്നോടും അങ്കിളിനോടും മാത്രം ചർച്ച ചെയ്യുള്ളൂ എന്നാ പറഞ്ഞത്. നീ നേരിട്ട് എന്ന് പ്രിയനോട് സംസാരിക്കാതെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ പോകുന്നില്ല.